അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ ഒരു വിശ്വാസിയോട് നിർബന്ധമായി പഠിപ്പിക്കുന്ന 5 കർമ്മബാധ്യതകളിൽ മൂന്നാമത്തെയും 4-മത്തെയും കർമ്മങ്ങളുടെ പ്രസക്തമായ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസരത്തിലേക്കാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് എത്തിച്ചേരുമ്പോൾ സാധാരണയിൽ നിന്നും വിഭിന്നമായി നാം ആരംഭിക്കുന്ന നമസ്കാരവും നോമ്പും മറ്റ് പുണ്യകർമ്മങ്ങളും അതിനേറ്റവും മാറ്റുകൂട്ടിക്കൊണ്ട് വിശ്വാസികൾ അൽഹംദുലില്ലാഹ് പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഒരല്പം കൂടെ മെച്ചപ്പെട്ട നിലയിൽ പഠിക്കുന്ന, അന്വേഷിക്കുന്ന, തയ്യാറാകുന്ന ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമായ കർമ്മങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്ന നിർബന്ധമായ കർമ്മം. ആ സക്കാത്തിന്റെ കാര്യത്തിൽ അല്പസ്വല്പമൊക്കെ മാറ്റമുണ്ടെങ്കിലും അതിന്റെ ശാസ്ത്രീയമായ രീതിയിലെ വിതരണമോ അതിനെ ഏതു രൂപത്തിലാണോ സമൂഹത്തിൽ നടപ്പിലാക്കപ്പെടേണ്ടത് അതൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മക്ക വിട്ട് മദീനത്തേക്ക് എത്തുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ആദ്യത്തെ ഇസ്ലാമിക ഖിലാഫത്ത് മദീനയിൽ സ്ഥാപിതമാകുന്നതിനോടനുബന്ധിച്ചാണ് സക്കാത്ത് എന്ന നിർബന്ധമായ കർമ്മവും ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെടുന്നത്. സക്കാത്ത് എന്ന കർമ്മത്തിലൂടെ ലോകത്ത് അത്ഭുതകരമായൊരു സാമ്പത്തിക വിപ്ലവം സാധ്യമാക്കിയ മതം വിശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. സാമ്പത്തിക സന്തുലിതത്വം കൊണ്ടുവന്നുകൊണ്ട് ദരിദ്രനെയും സമ്പന്നനെയും ഒരുപോലെയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ വാദങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും 1 നൂറ്റാണ്ട് പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ഈ ഭൂമുഖത്തൊന്നും യാത്രയായി പോയി. ആ വാദങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് മനസ്സിലായത്. എല്ലാ ആളുകളും പകലന്തിയോളം പണിയെടുക്കണം, എന്നാൽ അതിൽ നിന്നും കിട്ടുന്ന കൂലി വാങ്ങുന്നത് സർക്കാരായിരിക്കും, അധികാരികളായിരിക്കും. പണിയെടുക്കേണ്ടത് എല്ലാവരും എടുക്കണം എന്ന തത്വം ശരിയല്ല. ഓരോ ആളുകളുടെയും കായിക ശേഷിക്കും ബുദ്ധിയുടെയും സാമർത്ഥ്യത്തിന്റെയും വ്യത്യസ്തതയ്ക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും സമ്പാദിക്കാം. അങ്ങനെ സമ്പാദിക്കപ്പെടേണ്ടതുണ്ട്. സമൂഹത്തിലെ സന്തുലിതാവസ്ഥയ്ക്ക് അത്തരത്തിലുള്ള സമ്പാദ്യം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ അതിന്റെ സമ്പാദന രീതിയും വിതരണ രീതിയും ഉപയോഗവും എപ്രകാരമായിരിക്കണം എന്നതിന് കൃത്യമായ ഒരു രൂപരേഖ ഉണ്ടാകണം. അത് ലോകത്തോട് പഠിപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാമാണ്. മനുഷ്യന് ഏറ്റവും അധികം താല്പര്യവും ആർത്തിയും അത്യാഗ്രഹവും പിടിച്ചുവെപ്പുമുള്ള ഒരു വിഭവം സമ്പത്താണ്. ഏതൊരു മനുഷ്യനും ഏറ്റവും അധികം പ്രേമിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, സമൂഹത്തിലെ 99.4% മനുഷ്യരും ഏറ്റവും ആഗ്രഹിക്കുന്നതും പിടിച്ചുവെക്കുന്നതും സമ്പത്തിനെയാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധമായ ഇസ്ലാം നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, നോമ്പിന്റെ കാര്യം പറയുമ്പോ, ഹജ്ജിന്റെ കാര്യം പറയുമ്പോ അവിടെയെല്ലാം നിങ്ങൾ നിർവഹിക്കണം, അതിന്റെ ഫർളിയത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത ഭാഗങ്ങളിൽ യുസൈകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ പരിശുദ്ധ ഖുർആൻ ഇഴകീറിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പിൽക്കാലത്തെ സ്വഹാബത്തിന്റെയും ഫുഖഹാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളിലൂടെ ഏതെങ്കിലും ലൂപ്പ് ഹോളുകൾ കണ്ടെത്തുവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ പോലും അടച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇഴകീറിക്കൊണ്ട് ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു കർമ്മം സക്കാത്താണ്. സാമ്പത്തിക കർമ്മങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ കാര്യത്തിൽ ഈ രൂപത്തിൽ പഠിപ്പിച്ചില്ല എങ്കിൽ മനുഷ്യൻ ലൂപ്പ് ഹോൾ തേടും. കാരണം മനുഷ്യൻ ഏറ്റവും അധികം മനുഷ്യർ അത്യാഗ്രഹപ്പെടുന്നത് സമ്പത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു ഇതിനെ ഇഴകീറി പഠിപ്പിച്ചു. ആ സമ്പാദ്യം ഉള്ളവന്റെ കയ്യിലുണ്ട്, ഇല്ലാത്തവന് ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥ ഇതുണ്ടാകാൻ പാടില്ല. സാമ്പത്തികമായ സന്തുലിതത്വം സമൂഹത്തിൽ സാധ്യമാകണം. എല്ലാ ആളുകളും പട്ടിണിയിൽ നിന്നും മുക്തരാകണം. സുഭിക്ഷതയും സന്തോഷവും എല്ലാ ആളുകളിലേക്കും എത്തണം. പ്രത്യേകിച്ച് സന്തോഷ ദിനങ്ങളിൽ ഒരാളും കഷ്ടപ്പെടരുത്, കണ്ണീരിലാകരുത്, ഒരു വീടും പട്ടിണിയിലാകരുത് എന്നതിന് ഇസ്ലാമിന് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ കഴിവ് നൽകിയ, സമ്പത്ത് നൽകിയ, സൗഭാഗ്യം നൽകിയ മനുഷ്യനോട് 2 രൂപത്തിലുള്ള സക്കാത്തിനെ അവനെ പഠിപ്പിച്ചു. 2 രൂപത്തിലുള്ള നിർബന്ധമായ ബാധ്യത പഠിപ്പിച്ചു. അതിന് പുറമെ ഐച്ഛികമായ ദാനധർമ്മങ്ങളും പഠിപ്പിച്ചു. 1 സക്കാത്തുൽ മാൽ, 2 സക്കാത്തുൽ ഫിത്ർ. 2 തരം സക്കാത്തുകൾ ഇസ്ലാം പഠിപ്പിച്ചു. വിശുദ്ധ റമളാനിന്റെ പര്യവസാനത്തിൽ നാം ഓരോരുത്തരും പൂർത്തിയാക്കുന്ന സക്കാത്തുൽ ഫിത്ർ
രണ്ടാമത് സമ്പത്തിന്റെ സക്കാത്താകുന്ന സക്കാത്തുൽ മാല്. ഇത് രണ്ടിനെയും വ്യവസ്ഥാപിതമായിട്ട് തന്നെ ലോകത്ത് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. ഇതിനു പുറമെ ഒരു വർഷം ഒരു മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ മാന്യമായ ജീവിതക്രമങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ സമ്പത്ത് കഴിഞ്ഞ് ആഡംബരത്തിലല്ല, മാന്യമായ നിലവാരത്തിൽ ഒരാളിന് ജീവിക്കുവാൻ ആവശ്യമായ മാന്യമായ ഭക്ഷണം, തന്റെയും തന്റെ ചെലവിൽ കഴിയുന്ന ആളുകളുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവർക്ക് ആവശ്യമായ ചികിത്സ, വിദ്യാഭ്യാസം, അനിവാര്യമായ സൗകര്യങ്ങൾ, ഇതിന് തന്റെ കൈവശം ഒരു വർഷത്തേക്ക്, അടുത്ത ഒരു വർഷത്തേക്കുള്ള നീക്കിയിരിപ്പിന്റെ സമ്പത്ത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശക്തിമത്തായ സുന്നത്തായ അതിപ്രാധാന്യത്തോടുകൂടി ഇസ്ലാം അവരെ പഠിപ്പിച്ചു ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ. സ്വതക്ക എന്ന പദം, സകാത്ത് എന്ന പദം, ആ പദങ്ങളിലൂടെ തന്നെ അതിന്റെ ഉദ്ദേശം എന്ത് എന്ന് ലോകത്തെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. സകാത്ത് എന്നാൽ തസ്കിയത്ത്, ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികത്തിൽ മൂട് പിടിഞ്ഞു കിടക്കുന്ന, അടിഞ്ഞുകൂടി കിടക്കുന്ന മനുഷ്യനെ അതിൽ നിന്നും ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യൂർ മനുഷ്യനാക്കി മാറ്റുവാൻ സകാത്തിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കുകയാണ്. സ്വതക്ക, ഐച്ഛികമായ ദാനത്തിന്റെ സ്വതക്ക എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം അതിലേക്ക് കടന്നു വരുന്ന ഒരു വിശ്വാസിയുടെ മെമ്പർഷിപ്പിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ അവന്റെ നാവ് കൊണ്ട് അവൻ ഉച്ചരിച്ച് ഏറ്റ് സമ്മതിച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ടവൻ ഉച്ചരിക്കേണ്ട വചനങ്ങളിൽ അവനെ പഠിപ്പിച്ച ഷഹാദത്തിന്റെ വചനം പഠിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് അത്തസ്ദീഖു ബില്ലാഹ്, തസ്ദീഖ്, വാസ്തവീകരിക്കുക എന്നതാണ്. ഈ വാസ്തവീകരിക്കുക, അള്ളാഹുവാണ് ആരാധ്യൻ, അവന്റെ റസൂലാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മനസ്സിൽ അംഗീകരിച്ച് നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് വാസ്തവീകരിക്കുക. അതേ പദത്തിന്റെ, അതേ റൂട്ട് വെർബിൽ നിന്നുമുള്ള പദത്തിനെയാണ് അള്ളാഹു ദാനം, ഐച്ഛിക ദാനം എന്ന് പഠിപ്പിക്കുന്നിടത്ത് ഉപയോഗിച്ച സ്വതക്ക എന്ന വചനം വാക്ക്. സ്വതക്ക എന്ന് പറഞ്ഞാൽ നാം ഉൾക്കൊണ്ട ഷഹാദത്തിനെ ഞാനിതാ വാസ്തവീകരിച്ചിരിക്കുന്നു എന്നാണ്. എന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കൽ, വിശ്വസിച്ചുകൊണ്ട് നടക്കൽ മാത്രമല്ല, കർമാനുഷ്ഠാനങ്ങളിലൂടെ അതിനെ വാസ്തവീകരിച്ച് സമൂഹത്തിന് ദൃശ്യമാകുന്ന രൂപത്തിൽ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് സ്വതക്ക. പരിശുദ്ധ ദീൻ നമസ്കാരത്തിന് എത്ര പ്രാധാന്യം കൊടുത്തോ അതേ പ്രാധാന്യത്തോടെ തൊട്ടുടനെ പറഞ്ഞതാണ് സക്കാത്തിന്റെ കാര്യം. കാരണം സക്കാത്തിന്റെ വിഷയത്തിൽ വലിയ വീഴ്ച സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. പരിശുദ്ധമായ റമദാനിന്റെ മാസപ്പിറവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്തും റമദാനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനുമായി ബന്ധപ്പെട്ട് ഒരുങ്ങേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാകാതെയാണ് അവൻ എത്തുന്നതെങ്കിൽ അവന്റെ കാര്യം വളരെ നഷ്ടത്തിലാണ്. അത് പറയുന്നതിന് മുന്നോടിയായിട്ടാണ് മഹാരഥന്മാരായ സ്വഹാബത്ത് 2 മാസം മുമ്പ് മുതൽ തന്നെ റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ ഒരുങ്ങിയിരുന്ന തയ്യാറെടുപ്പുകൾ, പ്രധാനമായി 4 കാര്യങ്ങൾ. അതിൽ 4ാമത്തെ കാര്യമാകുന്ന സക്കാത്തിന്റെ നിർവഹണം. അർഹരായ അവകാശികളെ കണ്ടെത്തി, ദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തി, സക്കാത്ത് കിട്ടിയില്ല എങ്കിൽ ഏറെ പ്രയാസപ്പെട്ടു പോകുന്ന മനുഷ്യരെ കണ്ടെത്തി അവർക്ക് വേണ്ടി സക്കാത്തിനെ നീക്കിവെച്ചവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടി? പരിശുദ്ധ റമദാനിന്റെ ഫളലും അതിന്റെ പ്രത്യേകതയും ഇരട്ടി പ്രതിഫലങ്ങളും ഒക്കെ അറിയാവുന്നപ്പോഴും റമദാനിന് മുമ്പ് തന്നെ സക്കാത്തിന്റെ സമ്പത്ത് വിഹിതം ചെയ്ത് അതിന്റെ കണക്ക് നോക്കി അതിന്റെ അവകാശികളുടെ കയ്യിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്നു. അവന് സമാധാനമാകട്ടെ. ഈ എരിപൊരിയുന്ന വെയിലത്ത് പാടത്തും പറമ്പത്തും പണിയെടുത്ത് വിയർപ്പൊഴുക്കി നോമ്പ് ഒഴിവാക്കി അല്ലെങ്കിൽ നോമ്പ് ബാത്തിലാക്കിക്കൊണ്ട് പരിശുദ്ധ റമദാനിന്റെ പവിത്രതയെ നഷ്ടപ്പെടേണ്ട സാഹചര്യമില്ല. എനിക്ക് അൽഹംദുലില്ലാ നോമ്പ് തുറക്കാൻ, റമദാൻ കഴിഞ്ഞുകൂടാൻ, എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള സമ്പാദ്യം, അതിനുള്ള വിഭവങ്ങൾ എന്റെ വീട്ടുപടിക്കലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നോമ്പിന് മുമ്പേ സമാധാനമുണ്ടാവുകയാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നു സ്വഹാബത്ത് റമദാൻ എത്തുന്നതിന് മുമ്പ് തന്നെ സക്കാത്ത് വിതരണം ചെയ്തത്. റമദാൻ സക്കാത്തിന്റെ മാസമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സക്കാത്തിന്റെ അങ്ങനെ ഒരു മാസമില്ല, അങ്ങനെ ഒരു ദിവസമില്ല. അത് വ്യക്തിഗതമാണ്. ഓരോ വ്യക്തിക്കും എനിക്കെപ്പോ നിർബന്ധമാകുന്നോ ആ സമയത്തിലാണ് കൊടുക്കേണ്ടത്. ആ സമയത്തിൽ പിന്തിപ്പിച്ചാൽ ചന്ദ്രമാസ കലണ്ടർ പ്രകാരം എന്റെ മേൽ നിർബന്ധമാകുന്ന സക്കാത്തിനെ അതിനേക്കാളും പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ, ആ രൂപത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവൻ പാപിയായി മാറുന്നുവെങ്കിൽ അതിന് നിയതമായ ഒരു സമയവും കാലവും മാസവും ഇല്ല. ഇരട്ടി പ്രതിഫലം കിട്ടുമല്ലോ എന്ന് കരുതിക്കൊണ്ട് റമദാനിലേക്ക് പിന്തിപ്പിച്ച് റമദാൻ സക്കാത്തിന്റെ മാസമായി കരുതുന്നവരുണ്ട്. റമദാനിലാണ് ഇനി ഒരാൾക്ക് സക്കാത്തിന്റെ സമയമാകുന്നതെങ്കിൽ ആയിക്കോട്ടെ, അവന്റെ ഭാഗ്യം, ഇരട്ടി പ്രതിഫലമായി. അല്ലാത്ത സമയത്തിലുള്ളതിനെ റമദാനിലേക്ക് പിന്തിപ്പിക്കലല്ല. എപ്പോഴാണ് ആ സമയമാകുന്നത് ആ സമയത്ത് കൊടുക്കണം. പ്രത്യേകിച്ച് റമദാനിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ റമദാനിൽ സമയമാകുന്ന സ്വഹാബത്ത് ചെയ്തിരുന്ന രീതിയെ കുറിച്ചാ പറഞ്ഞത്. റമദാൻ എത്തുന്നത് വരെ അവര് കാത്തു നിൽക്കുന്നില്ല.
അല്ലെങ്കിൽ റമദാനിന് തൊട്ട് മുമ്പ് തന്നെ, റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് പാവങ്ങളായ ആളുകൾക്ക് സക്കാത്തിന്റെ വിഹിതം കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് വലിയൊരു ആശ്വാസമാകുന്നു. അതുകൊണ്ട് അവർ നേരത്തെ കൊടുക്കുകയാണ്. സക്കാത്ത് സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം, സക്കാത്ത് സമൂഹത്തിൽ സാധ്യമാക്കിയ വിപ്ലവം ലോക ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ പരിശുദ്ധ പ്രവാചകന്റെ മദീന ത്വയ്യിബ ചരിത്രം പറയുന്ന കണക്കുകൾ പരിശോധിച്ചാൽ 30% വരുന്ന ആളുകൾ ദിവസങ്ങളോളം പട്ടിണി കിടന്ന നാടാണ് മദീന. 30% വരുന്ന ആളുകൾ ദിവസങ്ങളോളം പട്ടിണി കിടന്ന നാടാണ് മദീന. ആദരവായ റസൂൽ, ലോകത്തിന്റെ നായകൻ, ലക്ഷക്കണക്കിന് വരുന്ന അനുയായി വൃന്ദങ്ങൾ ഹബീബായ പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ട് അനുകരിച്ചുകൊണ്ട് കഴിയുമ്പോഴും, തങ്ങളുടെ മുമ്പിൽ വലിയ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ ദാനത്തിനു വേണ്ടി വന്നുമറിയുമ്പോഴും, സക്കാത്തിന്റെ വിഭവങ്ങൾ വന്നുമറിയുമ്പോഴും, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്, പരിശുദ്ധ പ്രവാചകന്റെ വീട് ദരിദ്രമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഹബീബായ റസൂല് വഫാത്താകുമ്പോ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദറുഹു മർഹൂനത്തുൻ ഇൻദ യഹൂദി. അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുമ്പോ പരിശുദ്ധ റസൂലിന്റെ പടയെങ്കിൽ വീടിന്റെ പട്ടിണി മാറ്റാൻ, വീടിന്റെ ദാരിദ്ര്യം മാറ്റാൻ അടുത്തുള്ള യഹൂദിയായ ഒരു സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ട് അതിന് ഉമി ഗോതമ്പ് വാങ്ങി വീട്ടിൽ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കവെയാണ് അഷ്റഫുകൾക്ക് വഫാത്താവുക. അത്രമാത്രം ദാരിദ്ര്യം മുറ്റിനിന്ന നാടാണ് മദീന. ആ മദീനയിൽ ഒരു നേരമെങ്കിലും നന്നായി ഭക്ഷണം കഴിച്ചിരുന്ന ജനങ്ങൾ 50%. സുഭിക്ഷതയിൽ ജീവിച്ചിരുന്നത് വലിയൊരു കുറഞ്ഞ ശതമാനം വരുന്ന ആളുകൾ മാത്രമാ. ആ ഹബീബായ റസൂൽ മദീന വിട്ടു ലോകത്തോട് യാത്ര പറഞ്ഞു. അത്രമാത്രം ദാരിദ്ര്യം മുറ്റുനിന്ന മദീന സക്കാത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിലേക്ക് വന്നു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിലേക്ക് വന്നു. മഹാനവറുകളുടെ കാലഘട്ടമാകുമ്പോ പരിശുദ്ധ ദീനിന്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടമാകുമ്പോ 2.5 ലക്ഷം, ഇന്നത്തെ 2.5 ലക്ഷം അമേരിക്കൻ ഡോളറിന് തുല്യമായ സാമ്പത്തികാസ്തി മദീനയുടെ ഭരണകൂടത്തിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അമേരിക്കയുടെ ആസ്തിയുടെ അത്രയും ഒന്നാമത്തെ ഖലീഫയുടെ കാലഘട്ടമാകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി 2.5 വർഷം കഴിയുമ്പോഴുള്ള അവസ്ഥയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാകുന്ന കാലം ബഹ്റൈൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇന്നത്തെ ആ കുഞ്ഞു ബഹ്റൈൻ അല്ല, ബഹ്റൈൻ ഒരു വലിയ പ്രദേശമാണ്. ഇന്നത്തെ GCCയുടെ കുറെ ഭാഗങ്ങൾ ചേർന്ന് വരുന്ന ആ ബഹ്റൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും മാത്രം മദീനയിലേക്ക് എത്തിയ സക്കാത്തിന്റെ വിഹിതം 5 ലക്ഷം ദിർഹമായിരുന്നു എന്നാണ്. അത്ര വലിയ സമ്പത്ത് ഉമർ റളിയല്ലാഹു തആല കാലഘട്ടമാകുമ്പോൾ മദീനയിലേക്ക് എത്തിയിരുന്നു. ഇറാഖിൽ നിന്നും 120 മില്യൺ ദിർഹമിന്റെ സമ്പാദ്യമായിരുന്നു സക്കാത്തുമായിട്ട് മദീനത്തേക്ക് വന്നിരുന്നത്. അത്ര വലിയ സുഭിക്ഷതയിലേക്ക് ലോകം ഉയർന്നു, അത്ര വലിയ ധന്യതയിലേക്ക് ലോകം ഉയർന്നു. മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ യമനിലേക്ക് ഖലീഫയായി യാത്രയാക്കുകയാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല മദീനയിലേക്ക് യാത്രയാക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ മുആദ്, താങ്കൾ മദീനത്തേക്ക് എത്തി, യമനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, യമനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാധനക്കാരൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന വിഷയം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നുള്ള വിഷയം ആ ജനങ്ങളെ താങ്കൾ ഓർമ്മപ്പെടുത്തണം, പഠിപ്പിക്കണം. അവർക്കത് ബോധ്യപ്പെട്ടു. ഇൻ അതാഉ ഫഇൻഹും അതാഉ ലിദാലിക്, അവർ അക്കാര്യം ഉൾക്കൊള്ളുകയും അവരത് അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഅലിമുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറ അലൈഹിം 5 സലവാത്തിൻ ഫീ കുല്ലി യൗം, അവരോട് പറയണം, ഇനി നിങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയത് 5 നേരത്തെ നിസ്കാരമാണ്. ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ വീഴ്ച വരുത്താതെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയണം. അതും അവർ സ്വീകരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരോട് പറയണം, അല്ലാഹു റബ്ബുൽ ആലമീൻ ഖദ് ഇഫ്തറ അലൈഹിം സദഖതൻ ഫീ അംവാലിഹിം തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഫീ ഫുഖറാഇഹിം, നിങ്ങളിലുള്ള സമ്പന്നരായ ആളുകളുടെ സമ്പത്തിൽ നിന്നും ഒരു നിശ്ചിത വിഹിതം കളക്ട് ചെയ്ത് ഈ നാട്ടിലുള്ള പാവങ്ങളായ ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് അള്ളാഹു നിങ്ങളെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മേൽ അള്ളാഹു ആ ഒരു കർമ്മം കൂടി നിർബന്ധമാക്കിയിട്ടുണ്ട്. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു യമനിൽ നിന്നും ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ മടങ്ങി വരികയാണ്. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ മടങ്ങി വരുമ്പോൾ ഒരു വലിയ അളവ് സമ്പാദ്യവുമായിട്ടാണ് മദീനത്തേക്ക് വരിക. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഇത് എവിടെന്നാ മുആദ്? മഹാനവറുകൾ പറഞ്ഞു, യമനിൽ നിന്നുമാണ്.
എന്താണ് ഈ കാണുന്നത്? എന്ത് സമ്പത്താണ്? പറഞ്ഞു സക്കാത്തിന്റെ സമ്പത്താണ്. സക്കാത്തിന്റെ സമ്പത്ത് യമനിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുവാൻ. അവിടെ പാവങ്ങളായ ആളുകൾ, ഇതിന്റെ അവകാശികൾ അവിടെ ഇല്ലേ? മഹാനായ ഖലീഫയോട് പറഞ്ഞു, ഖലീഫ, ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു ഹബീബായ റസൂൽ നമ്മെ പഠിപ്പിച്ച സക്കാത്തിലൂടെ ദരിദ്രരില്ലാത്തൊരു നാട് അവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞു. ഇപ്പോ ഈ സക്കാത്ത് വാങ്ങാനുള്ള അവകാശികൾ അവിടെ ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് സക്കാത്തിന്റെ വിഹിതവുമായി അടുത്ത ഏത് നാട്ടിലാണോ ആവശ്യക്കാരുള്ളത് ആ നാട്ടിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഖലീഫ ഏൽപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹബീബായ റസൂല് വഫാത്തായി, പുണ്യപ്രവാചകൻ വഫാത്താകുമ്പോ ഉമിയുടെ ഗോതമ്പ് പോലും ഇല്ലാത്തതിന്റെ പേരിൽ തന്റെ പടയങ്ക അയൽപ്പക്കത്തെ വീട്ടിൽ കടം വെച്ചിട്ട് പണയം വെച്ചിട്ട് വഫാത്താകുന്ന റസൂലിന്റെ നാട്, ആ നാട് സക്കാത്ത് സ്വീകരിക്കാൻ അവകാശികളില്ലാത്ത നാടായി മാറി. ഇന്ന് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ പല പള്ളികളിലും നമസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ വാതിൽപ്പടിയിൽ ഈന്തപ്പഴത്തിന്റെ പാക്കറ്റ് പെട്ടികൾ കൊണ്ട് വെച്ചേക്കുന്നത് കാണാം, ശുദ്ധമായ വെള്ളം വെച്ചേക്കുന്നത് കാണാം, ജ്യൂസിന്റെ പാക്കറ്റുകൾ കാണാം. എവിടെ നിന്നാണ് ഈ തുടക്കം? എവിടെയാണ് ഇത് തുടങ്ങിയതെന്നുള്ള ചരിത്രം പഠിച്ചു പോയാൽ അതെത്തി നിൽക്കുന്നത് മഹാരഥന്മാരായ ഖുലഫാ റാഷിദയുടെ കാലത്തിലേക്കാണ് എത്തുക. എങ്ങനെയാ അതെത്തിയത്? അന്ന് സക്കാത്തിന്റെ മുതലുമായി സക്കാത്തിന്റെ അവകാശികളെ തേടിക്കൊണ്ട് സക്കാത്ത് കൊടുക്കാൻ ആഗ്രഹിച്ച ആളുകൾ ഈ മുതലും ചുമന്നുകൊണ്ട് കഴിഞ്ഞ വർഷം സക്കാത്ത് വാങ്ങിയ ആളുടെ വീട്ടുപടിക്കലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും, സലാം പറയും. സലാം അടക്കി കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞു. ഇതെന്റെ സക്കാത്തിന്റെ മുതലാണ്, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ, കഴിഞ്ഞ വർഷം തന്നതുപോലെ കൊണ്ടുവന്നതാ. സലാം അടക്കി സന്തോഷത്തോടെ സലാം അടക്കിയിട്ട് പറയാം, അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരട്ടെ. പടച്ചറപ്പിന്റെ പ്രത്യേകമായ തൗഫീക്ക് കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷമാകുമ്പോൾ സക്കാത്ത് വാങ്ങുന്ന പരിധിയിൽ നിന്ന് ഞാൻ മോചിതനായി കഴിഞ്ഞു. ഞാൻ സക്കാത്തിന്റെ അവകാശിയല്ല, സക്കാത്ത് വാങ്ങാൻ ഞാൻ ഇന്ന് അർഹനല്ല. അതുകൊണ്ട് നിങ്ങൾ അടുത്തയാളെ തിരക്കി കൊടുത്തോളിൻ. അവിടെ നിന്ന് ആ സക്കാത്തിന്റെ മുതലുമായി അടുത്ത ആളെ തിരക്കി പോവുക. അടുത്ത ആളെടുത്ത് ചെന്നിട്ട് പറയുമ്പോൾ അവിടെയും ഗതി തന്നെയാ. അങ്ങനെ നടന്ന് കഴിഞ്ഞ കാലങ്ങളിൽ സക്കാത്തിന്റെ അവകാശികളായി കണ്ടിരുന്ന ഓരോ ആളുകളെ വീട്ടുപടിക്കലെത്തുമ്പോൾ അവരെല്ലാവരും ആണും പെണ്ണും പറയുന്നത്, ഞങ്ങളുടെ സക്കാത്തിന്റെ അവകാശത്തിൽ നിന്നും മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കിന്ന് സക്കാത്തിന്റെ അർഹതയില്ല. ഏത് നാടാണെന്ന് ഓർക്കണം. 30% ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത പരമദരിദ്രനായ ആളുകൾ താമസിച്ചിരുന്ന ഒരു നാട്ടിൽ കേവലം 12 കൊല്ലക്കാലം കഴിയുമ്പോൾ, 12.5 വർഷക്കാലം കഴിയുമ്പോൾ ആ നാട്ടിൽ ഒരിടത്തും, ആ നാടിന്റെ ഒരിടമെന്ന് മാത്രമല്ല 5000 കിലോമീറ്റർ, ഒരെണ്ടിൽ നിന്നും അടുത്തെണ്ടിലേക്ക് 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള GCCയിൽ ഒരിടത്തും സക്കാത്ത് വാങ്ങാനുള്ള അവകാശികളില്ലാതെ വന്ന് അങ്ങ് വിദൂരത്തിലുള്ള കൂഫ എന്ന നാട്ടിലേക്ക്, ബസറയിലേക്ക് സക്കാത്തിന്റെ സമ്പത്ത് കയറ്റിയേക്കേണ്ടി വന്ന ലോക ചരിത്രത്തിലെ ഒരേ ഒരു ചരിത്രം ലോകത്തിന് കാണിക്കാനുണ്ടെങ്കിൽ അത് വിശുദ്ധ ദീനിന്റെ ഖുലഫാ റാഷിദയുടെ കാലം മാത്രമാണ്. ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്ന ജനങ്ങളെ സക്കാത്തിന്റെ അവകാശത്തിൽ നിന്നും മോചിതരാക്കി, ഞങ്ങൾ സക്കാത്ത് വാങ്ങേണ്ടവരല്ല, ഞങ്ങൾ സാമ്പത്തികത്തിൽ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചെങ്കിൽ അത് പരിശുദ്ധ ദീനിന്റെ സക്കാത്തിലൂടെ ആയിരുന്നുവെങ്കിൽ, ഞാൻ ചോദിക്കുകയാ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലത്തുകളിൽ നമ്മുടെ ധനികരായ ആളുകൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മുടെ നാടുകളിൽ സക്കാത്ത് കൊടുക്കുകയാണ്. ദാരിദ്ര്യം മാറ്റപ്പെട്ടിട്ടുണ്ടോ? ദരിദ്രരില്ലാത്ത നാടിനെ സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാടുകൾ, മഹല്ലുകൾ സംഘടിച്ചും അല്ലാതെയും വിവിധ രൂപത്തിലൂടെ സക്കാത്ത് കൊടുക്കുന്നു. എന്തേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടാകുന്നില്ല? പരിശുദ്ധ ദീൻ സക്കാത്തിനെ സാധ്യമാക്കുവാൻ പഠിപ്പിച്ചത് ദരിദ്രരില്ലാത്തൊരു നാട് സാധ്യമാക്കുവാനാണ്. എന്തുകൊണ്ട് ദരിദ്രരില്ലാത്ത നാടുണ്ടാകുന്നില്ല? ഒരു നാട്ടിൽ ഒരു സമ്പന്നനായ ആൾ ഒരു 5 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരോടോ അല്ലെങ്കിൽ തലയെടുപ്പുള്ള ഒരു നേതാവിനോടോ ചോദിക്കുകയാണ്, ഇതെന്റെ സക്കാത്തിന്റെ മുതലാണ്, നിങ്ങളെ ഞാൻ വക്കീലാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇതിന്റെ അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് നേരമൊന്നും ആലോചിക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരും, തെക്കേ വീട്ടിലെ ഇന്നയാള്, വടക്കേ വീട്ടിലെ ഇന്നയാള്, ആ തടത്തരികത്തിൽ ഇന്നയാള്, ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും. കഴിഞ്ഞ വർഷവും കൊടുത്ത ലിസ്റ്റ് അത് പൊടി തട്ടിയെടുത്തൊന്ന് തേച്ചുമിനിക്ക് കൊടുത്താൽ മാത്രം മതി. ആ വർഷവും കൊടുക്കും. ഈ 5 ലക്ഷം രൂപ 5000 പേർക്കായി ആ വർഷവും കൊടുക്കും. അടുത്ത വർഷവും സക്കാത്തിന്റെ വിഹിതവുമായിട്ട് ആരെങ്കിലും വന്നാൽ വീണ്ടും ഇതേ ലിസ്റ്റ് തന്നെ തിരിച്ചെടുക്കും, അപ്പോഴും കൊടുക്കും. ഈ കൊടുക്കല് മാത്രമല്ല, 150 ഫോട്ടോയും എടുക്കും. 10 കിലോയുടെ അരിയാ കൊടുക്കുക. 10 കിലോയുടെ അരി എടുത്ത് കൊടുത്തിട്ട് 100 പ്രാവശ്യം താഴോട്ട് മേലോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോ സ്വന്തം ഉമ്മയായിട്ട് സങ്കല്പിക്കുവാൻ കഴിയണം. സ്വന്തം ഭാര്യയുടെ സ്ഥാനത്ത് അവരെ ഒന്ന് കാണാൻ കഴിയണം. ആ കൊടുക്കുന്ന തുക തുച്ഛമായ നക്കാപ്പിച്ച കൊടുത്തിട്ട് അതിനെ ഫോട്ടോ എടുത്തിട്ട് വലിയ ചാരിറ്റി ചെയ്തതായിട്ട് അടുത്ത ദിവസം പത്രത്തിൽ കൊടുക്കുമ്പോ ഇത് പുണ്യകർമ്മമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ലാ തുബ്തിലു സ്വദഖാ ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ചെയ്യുന്ന നന്മകളെ, നിങ്ങളുടെ സ്വതക്കകളെ
നിങ്ങൾ മന്നും അതയും കൊണ്ട് നശിപ്പിച്ച് കളയരുത്. കുറെ ആളുകൾ അങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾ ഒരു പുണ്യം ചെയ്യുക, വലിയൊരു നന്മയാ ചെയ്യുക, എന്നിട്ട് ആ ചെയ്ത നന്മയെ മുഴുവൻ മനുഷ്യർക്കിടയിലും നശിപ്പിച്ച് കളയുന്ന സ്വഭാവമാണ്. മന്ന് എന്ന് പറഞ്ഞാൽ എടുത്തു പറയാ, കൊടുത്തിട്ട് അതിനെ വിളിച്ചു പറയാന്നാണ്. അതാ അതിന്റെ പേരിൽ അവനെ ബുദ്ധിമുട്ടിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മഹലിൽ, ഒരു നാട്ടിൽ നല്ല സമ്പന്നനായി വളർന്നൊരു നല്ലൊരു സമ്പന്നനായ മനുഷ്യൻ ആ നാട്ടിലുള്ള പാവങ്ങളെയൊക്കെ സഹായിക്കും. ആ നാട്ടിലെ പരമദരിദ്രമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടി, കുഞ്ഞുപ്രായത്തിലെ നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള കുട്ടി, ആ കുട്ടിയെ പഠിപ്പിച്ചു വളർത്തി നല്ലൊരു നിലവാരത്തിലെത്തി. നല്ല നിലവാരത്തിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഒരിക്കൽ മഹല്ലത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പൊതുയോഗത്തിൽ വെച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയുമ്പോ കൂട്ടത്തിൽ അതേ പൊതുയോഗത്തിൽ നിന്ന് വേറൊരാൾ എഴുന്നേറ്റിട്ട് പറയാ, നിനക്ക് അഭിപ്രായം പറയാൻ എന്ത് യോഗ്യത? നീ ഇവിടെ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വായി നോക്കി ഇങ്ങനെ വാറ്റിതിരിഞ്ഞ് നടന്നല്ലേ എന്ന രൂപത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ചൊരു സംസാരം. ഇന്നലകളിൽ നീ ഇവിടെ ഇങ്ങനെ നടന്നവനല്ലേ, നിനക്ക് എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയാൻ എന്ത് യോഗ്യത? എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? ഇന്നലകളിൽ നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടിയ ദാനം കിട്ടി, അതിലൂടെ പഠിച്ചു വളർന്ന് അതിലൂടെ ജോലി നേടിയവനല്ലേ നീ, നിനക്ക് എഴുന്നേറ്റ് അഭിപ്രായം പറയാൻ എന്ത് യോഗ്യത? ഇതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മന്ന്. ഇത് ചെയ്യാൻ പാടില്ല, ഇതൊരിക്കലും പാടില്ല. അഭിമാനം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. ആ അഭിമാനബോധം എല്ലാവർക്കുമുണ്ട്. അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും കാണിക്കപ്പെടാൻ പാടില്ല എന്നതാണ്. അതാ എന്ന് പറഞ്ഞാൽ കൊടുത്ത ഉപകാരത്തിന്റെ പേരിൽ പിന്നെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുക. കാണുമ്പോൾ എഴുന്നേറ്റിരിക്കണം, സല്യൂട്ട് അടിക്കണം, തിരിച്ചു പല ഉപകാരങ്ങൾ ചെയ്യണം, പല കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്തു കൊടുക്കണം. ഇത് രണ്ടും ചെയ്ത നന്മകളെ മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഈ പുണ്യമായ കർമ്മം ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് പകരം നശിച്ചു പോവുക എന്നതാണ് അവിടെ നമ്മൾ കാണുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ സക്കാത്തിലൂടെ ദാരിദ്ര്യ നിർമാർജനം സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് സാധ്യമാകുന്നില്ല? വിശാലമായി സക്കാത്തിനെ കുറിച്ച് കഴിയുന്നൊരവസരമല്ല. സാന്ദർഭികമായും പരിശുദ്ധ റമദാനിലേക്ക് എത്തിയിട്ട് പിന്നീട് സക്കാത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ റമദാനിന് മുമ്പേ ആലോചിക്കുകയും അതിനു മുമ്പേ കണക്ക് നോക്കുകയും അതിനു മുമ്പ് തന്നെ കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുകയും ചെയ്താൽ ഒരുപാട് പാവങ്ങളായ ആളുകൾക്ക് ഈ എരിപൊരിയുന്ന ചൂടിന്റെ കാലാവസ്ഥയിൽ പരിശുദ്ധ റമദാനിനെ സ്വസ്ഥമായി വരവേൽക്കുവാൻ, സമാധാനത്തോടെ നോമ്പ് പിടിക്കുവാൻ ഉപകാരപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ആ കാര്യം ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. സമ്പത്ത് സമ്പന്നരുടെ കൈകളിൽ മാത്രമായി നിലനിൽക്കുന്ന രീതിയല്ല, അവിടുന്ന് ദരിദ്രരായ ആളുകളിലേക്ക് ഒഴുകി എപ്പോഴും അത് കറങ്ങിക്കൊണ്ടേയിരിക്കണം, എപ്പോഴും അത് ചുറ്റിക്കൊണ്ടേയിരിക്കണം. ഒരാളുടെ കയ്യിലേക്ക് മാത്രം ഇരിക്കലല്ല. സക്കാത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സമ്പത്തിനെ അധികരിപ്പിക്കുന്നതാണ് സക്കാത്ത്. പലിശയോ നേരെ ഓപ്പോസിറ്റ് ആണ്. സമ്പന്നന്റെ കയ്യിലുള്ള, ധനികന്റെ കയ്യിലുള്ള സമ്പത്ത് അവന്റെ കൈകളിൽ മാത്രമായി അട്ടിയിട്ടടുക്കി വീണ്ടും ദരിദ്രരായ മനുഷ്യരുടെ സമ്പാദ്യം കൂടി ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് ധനികന്റെ ധനം കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് പലിശ ഏർപ്പാട്. പലിശയിലൂടെ ഒരിക്കലും സമ്പത്ത് വളരില്ല, ഒരൊറ്റയാളിൽ മാത്രമായി നിലനിൽക്കൂ. സക്കാത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സാമ്പത്തിക സന്തുലിതാവസ്ഥ, സാമ്പത്തികമായ ഉന്നമനമുണ്ടാകുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അന്നത്തെ മദീനയുടെ അവസ്ഥ അതായിരുന്നുവെങ്കിൽ 12.5 വർഷം കഴിയുമ്പോൾ സക്കാത്തിന്റെ അവകാശികളില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും അത് സാധ്യമാണ്. ഒന്നാമത്, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടവനാണോ എന്ന് പഠിക്കണം. സമ്പത്തിന്റെ മേലെ എനിക്കുള്ള ബാധ്യതകളെ കുറിച്ച് പഠിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എത്ര വലിയ സമ്പാദ്യമുണ്ടെങ്കിലും, എത്ര വലിയ ധനമുണ്ടെങ്കിലും അവനത് മുഴുവനും ഇഷ്ടാനുസരണം വിനിയോഗിക്കാൻ ഇസ്ലാം അനുമതി കൊടുക്കുന്നില്ല. അവന് ഇഷ്ടാനുസരണം ഒരു സമയത്തുമില്ല. അവന് അനുവദനീയമാകുന്ന പല രൂപങ്ങളുണ്ട്. അനുവദനീയമാകുന്ന രൂപം ഒന്ന്, അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവന്റെയും അവന്റെ ചിലവിൽ കഴിയുന്ന ആളുകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയായാൽ അതിന്റെ മേൽ ഒന്നാമതായി അവൻ പൂർത്തിയാക്കേണ്ടത് കടബാധ്യതകൾ അവൻ പൂർത്തിയാക്കണം. പിന്നെ കാലതാമസം വരുത്താൻ പാടില്ല. മുൻകഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. കടബാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ ആഖിബത്തും ആഖിറവും എങ്ങനെയായിരിക്കും? ആദ്യം അവൻ പരിഗണന കൊടുക്കേണ്ടത് കടബാധ്യതയാണ്. വസിയത്തുകളെ, വാഗ്ദാനങ്ങളും വസിയത്തുകളും ഉണ്ടെങ്കിൽ നടപ്പിലാക്കണം, പൂർത്തിയാക്കണം. കൊടുക്കാനുള്ളത്, കൊടുക്കാമെന്ന് പറഞ്ഞത് ഒക്കെ കൊടുത്തു വീടിയിരിക്കണം. പിന്നെ അവന്റെ സമ്പാദ്യം ബാക്കിയാക്കി കഴിഞ്ഞാൽ അവന്റെ മേൽ ഒന്നാമതായി നിർബന്ധമാകുന്ന കർമ്മമാണ് സക്കാത്തും ഹജ്ജും. അതിന്റെ കണക്കിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് ഈ 2 ബാധ്യതകളും അവൻ പൂർത്തിയാക്കിയിരിക്കണം. ഏതാണ് സക്കാത്ത് നിർബന്ധമാകുന്ന സമ്പാദ്യം?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്ത് നിർബന്ധമാക്കപ്പെടുമ്പോൾ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ അവർ ഏറ്റവും അടിസ്ഥാന ധനമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന വരുമാന മാർഗമായി വളർച്ചയ്ക്ക് വേണ്ടി സമ്പത്തിനെ അധികരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹലാലായ മാർഗങ്ങളിലൂടെയുള്ള സമ്പാദ്യങ്ങളെയൊക്കെയും സക്കാത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്വർണം, വെള്ളി, അതേപോലെ കാർഷിക വിളകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഖനി, നിധി തുടങ്ങിയ ഇങ്ങനെ കുറെ വിഭവങ്ങൾ അന്നത്തെ സമൂഹത്തിൽ സക്കാത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. സക്കാത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ദരിദ്രരില്ലാത്തൊരു സമൂഹം സാധ്യമാക്കുകയും ഹലാലായ വരുമാന മാർഗങ്ങളിലൂടെ ധനികന്റെ കയ്യിലേക്ക് എത്തുന്ന ധനം അതിന്റെ നിശ്ചിതമായ വിഹിതം 2.5% പാവങ്ങളായ ആളുകൾക്ക് നിശ്ചിത സമയമാകുമ്പോൾ കൊടുക്കുക എന്നതാണ്. അതിലൊരു വർഷം പൂർത്തിയാകുമ്പോഴുള്ളതുണ്ട്, സമയമാകുമ്പോൾ കിട്ടുമ്പോൾ ആ സമയത്ത് കൊടുക്കേണ്ടതുണ്ട്. കണക്ക് വ്യത്യസ്തമായ രൂപത്തിൽ വരുന്ന ഒരേ സമ്പാദ്യം വ്യത്യസ്തമായ രൂപത്തിൽ കണക്ക് നോക്കി കൊടുക്കേണ്ടി വരുന്നതുണ്ട്. അങ്ങനെ പല അളവുകൾ അതിനകത്തുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ അധീനതയിലുള്ള, ആകെ ചുരുക്കി പറഞ്ഞാൽ തന്റെ അധീനതയിലായിട്ട് സ്വന്തം കയ്യിലാകട്ടെ, അയൽപക്കക്കാരന്റെ കയ്യിലാകട്ടെ, അത് ഷെയർ മാർക്കറ്റിലാകട്ടെ, കടമായിട്ട് ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്നു, ചോദിച്ചാൽ കിട്ടുന്നതാണെന്ന് ഉറപ്പുള്ളതാകട്ടെ, വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ ഇട്ടേക്കുന്നു, അതല്ലെങ്കിൽ ചിട്ടിയിൽ കൂടിയിരിക്കുന്നു, ഇങ്ങനെ ഏത് രൂപത്തിലുള്ളതുമാകാം, ഇതൊക്കെയും ഒരാളുടെ ധനത്തിന്റെ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടി വരുന്നതാണ്. ഇതെല്ലാം ഒരാളുടെ ധനത്തിന്റെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടും. അതിൽ ഭൂരിപക്ഷം വരുന്നതും ക്യാഷ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് നോക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ. അതല്ലാതെ തനതായ വസ്തുവിനെ തന്നെ നോക്കുന്നത് സ്വർണവും വെള്ളിയുമാണ്. സ്വർണവും വെള്ളിയും ഒരാൾ കരുതലായി, നിക്ഷേപമായി, ഭാവിയിൽ സമ്പത്തായി കോലം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിക്ഷേപമായി കോയിനായോ അല്ലെങ്കിൽ കോയിൻ ലക്ഷ്യമാക്കി പോയിട്ട് കോയിൻ കിട്ടാത്തത് കൊണ്ട് കിട്ടിയ ആഭരണത്തിനെയോ നിക്ഷേപമാക്കി ഒരാൾ സൂക്ഷിക്കുകയും 85 ഗ്രാമിലധികം പ്യൂർ സ്വർണം, തങ്കം ഒരാളുടെ കയ്യിൽ ബാക്കിയാകുന്നു, ഒരു വർഷക്കാലത്തിൽ ബാക്കിയാകുന്നുവെങ്കിൽ അതിന്റെ 2.5% വർഷം പൂർത്തിയാകുമ്പോൾ അയാൾ കൊടുത്തിരിക്കണം. 595 ഗ്രാം വെള്ളി ഒരാളുടെ കയ്യിൽ ഒരു വർഷം പൂർണ്ണാർത്ഥത്തിൽ നിൽക്കുന്നു എങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണം. നാണയം, ശമ്പളം, ക്യാഷ്, മറ്റ് ധനം, ഇതില് ഭൂരിപക്ഷം വരുന്ന നാണയത്തിലൂടെ മാറി വരുന്ന ഈ രൂപങ്ങളിലുള്ള സമ്പാദ്യങ്ങളിലൊക്കെയും 595 ഗ്രാം വെള്ളിയുടെ അളവിലുള്ള സമ്പാദ്യം ഒരാളുടെ കയ്യിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോഴുണ്ടോ അയാൾ സക്കാത്ത് കൊടുത്തിരിക്കണം എന്നതാണ്. ഇന്നത്തെ കണക്ക് നോക്കി പറഞ്ഞാൽ 78 രൂപ 60 പൈസയാണ് ഇന്ന് 1 ഗ്രാം വെള്ളിയുടെ വില. ഈ 78 രൂപ 60 പൈസ 595 ഗുണിച്ചു കഴിഞ്ഞാൽ 46,767 രൂപ. 46,767 രൂപ ഇന്ന് ഒരാളുടെ കൈവശം പൂർത്തിയായി കഴിഞ്ഞു, ഒരാളുടെ കയ്യിലായി. കുറെ കാലമായിട്ട്, ഒരു വർഷമായിട്ട് ആ ധനം ഒരാളുടെ കയ്യിലായി കഴിഞ്ഞു എങ്കിൽ അതിന്റെ മേലുള്ള 2.5% സക്കാത്ത് നിർബന്ധമായി. അത് ഏത് സമയമാകുന്നു ആ സമയത്ത് അവൻ കൊടുക്കണം. പിന്നീട് അതിലേക്ക് വന്നു ചേരുന്ന ഓരോ അളവും, ശമ്പളം വലിയ എമൗണ്ട്, ഈ 46,000 അല്ല, അതിന്റെ 4 ഇരട്ടി ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരതാത് മാസങ്ങളിൽ ഈ വരുന്ന അളവിനനുസരിച്ച് 2% സക്കാത്ത് കൊടുത്തിരിക്കണം. അങ്ങനെ സക്കാത്തിന്റെ മാത്രം മണിക്കൂറുകളോളം പറഞ്ഞു പോകാനും മാത്രം വിശാലമായ ഒരു ചർച്ചയാണ് സക്കാത്ത്. പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് എത്തുമ്പോൾ ആ റമദാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമായി മാറുവാൻ നമ്മുടെ സക്കാത്ത് ഉപകരിക്കണം. അതുകൊണ്ട് തന്നെ റമദാനിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം. റമദാൻ നമ്മുടെ പതിവാതിൽക്കലേക്ക് എത്തി നിൽക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്കൊക്കെ നിർബന്ധമാക്കിയതുപോലെ വ്രതാനുഷ്ഠാനം അല്ലാഹു നിർബന്ധമാക്കുന്നു. ആ വ്രതത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ത് എന്ന് ചോദിച്ചാൽ ഹെറുമാനും മഷ്റൂ, നിയതമായ ചില നിബന്ധനകളോടെ ചില കാര്യങ്ങളെ അല്ലാഹു തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ദാരിദ്ര്യവും പ്രയാസവും എല്ലാ ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ജീവിതം മാന്യമായ രൂപത്തിൽ കൊണ്ടുപോകുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് ഒരാളുടെ ജീവിതത്തിനെ